Hi friends, welcome to our channel Home Recipe World. നമുക്കിന്ന് വളരെ എളുപ്പത്തിലുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? അതും സവാളയോ കൊച്ചുള്ളിയോ അങ്ങനെ ഒന്നും തന്നെ അരിഞ്ഞ് ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ കൂടെ ആയാലോ? പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ, ഒരു കോംപ്രമൈസും ഇല്ല. ബാച്ചിലേഴ്സിനൊക്കെ തന്നെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് തീർച്ചയായും ഇഷ്ടമാകും. ഈ മട്ടൻ കറിയുടെ പേരാണ് മട്ടൻ നംകീൻ. അപ്പോൾ ഈ മട്ടൻ നംകീന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു മട്ടൻ നംകീൻ്റെ റെസിപ്പിയിൽ നമ്മൾ യാതൊരു വിധ മസാലകളോ പൊടികളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയൊരു ഡിഷാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൂപ്പർ ഡിഷാണ്. നമ്മുടെ മട്ടൻ നംകീൻ ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ? ഇവിടെ ഞാൻ 1/2 കിലോ മട്ടൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 3 തക്കാളി തൊലി കളഞ്ഞിട്ട് നീളത്തിലരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇവിടെ നിങ്ങൾക്ക് ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മട്ടൻ നംകീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. ഇത് നെയ്യിലും ബട്ടറിലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ചുവടുകട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇറച്ചിയുടെ കളറ് ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ ആകുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഈ മട്ടൺ എടുക്കുന്ന സമയത്ത് എല്ലോട് കൂടിയുള്ള മട്ടൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മട്ടനെ ഇതേപോലെ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുണ്ട് ഞാൻ, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്നുകൂടെ യോജിപ്പിക്കാം. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ എരിവ് കണക്കാക്കി വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 2-3 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തൊലി കളഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് തൊലിയെല്ലാം ഞാൻ കളഞ്ഞിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്തിട്ട് മട്ടനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് വെക്കുന്നത്. ഏകദേശം 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ്റെ അകത്തുനിന്നെല്ലാം നല്ലതുപോലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മട്ടൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3.5 കപ്പോളം വെള്ളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുക്കറിനകത്താണ് ഇത് വേവിക്കുന്നതെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. പക്ഷേ കുക്കറിൽ വേവിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് ഈ ഒരു കറിയുടെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ചൂടുവെള്ളമാണ് ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്.
ഒരു അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിതിപ്പോൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറിയുടെ കളറ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ വേറൊരു മസാലകളും ചേർത്തിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, ഇത് മാത്രമേ നമ്മളിതിൻ്റെ അകത്ത് പൊടികൾ അല്ലെങ്കിൽ മസാല എന്ന് പറയുന്ന രീതിയിൽ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കറിയെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ച് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.